ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ACC 15-ന്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ 10ാമത്തെ ക്ലാസ്സിന്റെ വിഷയം നീതിയും ന്യായവും എന്നുള്ളതാണ്. നീതിയും ന്യായവും ഇത് ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ ഏറെ മനസ്സിലാക്കേണ്ടതും ആഴത്തിൽ സ്വാംശീകരിക്കേണ്ടതുമായ ഒരു വിഷയം. നമുക്ക് ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാം. സ്നേഹം നീതിയെ ഉൾക്കൊള്ളുന്നു. നീതിയില്ലാത്ത സ്നേഹം ഉപരിപ്ലവമാണ്. പക്ഷെ നീതിയിൽ എപ്പോഴും സ്നേഹം ഉണ്ടാവണമെന്നില്ല. 3 സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്നാമത്തേത്, സ്നേഹം എന്നതിനകത്ത് യഥാർത്ഥ സ്നേഹം എന്നതില് നീതി അടങ്ങിയിട്ടുണ്ട്. സ്നേഹത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് നീതി. നീതിയില്ലാത്ത സ്നേഹം ഉപരിപ്ലവമാണ്, പൊള്ളയാണ്, അത് വെറും പ്രകടനം മാത്രമാണ്. പക്ഷേ നീതിയിൽ എപ്പോഴും സ്നേഹം ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു കുറ്റവാളിയെ മതിയായ തെളിവില്ലാത്തതിന്റെ കാരണത്താൽ ന്യായാധിപൻ വെറുതെ വിടുന്നു. സ്നേഹത്തിന്റെ പ്രകടനമല്ലത്, നീതി മാത്രമാണത്. ഇനി മതിയായ തെളിവുണ്ടെങ്കിൽ അയാളെ തക്കതായി ശിക്ഷിക്കുന്നു. അത് വെറുപ്പിന്റെ പ്രകടനമല്ല, നീതി അവിടെ ഉൾപ്പെടുന്നു എന്നുള്ള കാരണത്താലാണ് നീതിയുടെ പ്രയോഗമാണ്. ഇനി നീതി ഇല്ലാത്ത സ്നേഹം ഉപരിപ്ലവമാണ്. ലഭിക്കേണ്ടത് ലഭിക്കേണ്ട രീതിയിൽ, ലഭിക്കേണ്ട സമയത്ത്, കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത്, കൊടുക്കുന്ന രീതിയിൽ, കൊടുക്കേണ്ട പോലെ കൊടുക്കുന്നതിന്റെ പേരാണ് നീതിയെങ്കിൽ, അതില്ലാതെ, ഉദാഹരണത്തിന് ഒരു അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നില്ല, സ്നേഹമുണ്ട്, സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അവിടെ ആ സ്നേഹം വെറും പ്രകടനം മാത്രം. ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കുകയേയില്ല. എന്തുകൊണ്ടാണത്? ആ മാതാവിന്റെ സ്നേഹത്തിൽ കുഞ്ഞിന് ഭക്ഷണം ന്യായമായി ലഭിക്കണം എന്ന ആ നീതി അവിടെ ഉൾച്ചേർന്നിരിക്കുന്നു. തീർച്ചയായും കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹം നീതിയെ ഉൾക്കൊള്ളുന്നു എന്ന്. വീണ്ടും, നീതിയിൽ എപ്പോഴും സ്നേഹം ഉണ്ടാവണമെന്നില്ല എന്ന് നേരത്തെ 2 സംഗതികൾ മുഖാന്തരം പറഞ്ഞു. സർക്കാരുകൾ നീതി പാലിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നിപ്പോ വ്യാപകമായി നീതി നിഷേധങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നീതിയെ പരിരക്ഷിക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ വംശ വർണ്ണ വെറികൾ കൊണ്ട് കലുഷിതമായ, കളങ്കിതമായ നീതിന്യായ വ്യവസ്ഥകളെ നമ്മൾ പലപ്പോഴും കാണുന്നു. സാമാന്യ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. വീണ്ടും, ആൺ പെൺ വ്യത്യാസത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന, ജെൻഡർ ഡിഫറൻസ്, ലിംഗവ്യത്യാസം കൊണ്ട് പല നീതികളും നിഷേധിക്കപ്പെടുന്ന ദുഃഖകരമായ സത്യം നമ്മൾ കാണുന്നു. ക്രിസ്തീയ മനസാക്ഷിക്കനുസരിച്ച് നീതിക്ക് വേണ്ടിയുള്ള വ്യാപകമായ പ്രവർത്തനങ്ങൾ ഭൂതലമെങ്ങും നിറയുന്നത് നമ്മൾ കാണുന്നു. വീണ്ടും, പാരിസ്ഥിതികപരമായ നീതി സംജാതമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നശിപ്പിക്കപ്പെടുന്ന വനങ്ങൾ കേഴുന്നതും, വെട്ടിത്തെളിക്കപ്പെടുന്ന മരങ്ങൾ നിലവിളിക്കുന്നതും, അനേകരുടെ ആവാസ വ്യവസ്ഥകൾ തകരുന്നതും, ഭൂമുഖം ഒന്നാകെ ഒരു ഭയാനകമായ പാരിസ്ഥിതിക അപകടങ്ങൾക്ക് വിധേയരാകുന്നത് നമ്മൾ കാണുന്നു. അവിടെയൊക്കെ നമ്മൾ നീതി ആവശ്യപ്പെടുന്നു. നീതി കളങ്കിതമായിരിക്കുന്നത് നമ്മൾ കാണുന്നു. കണ്ണടക്കേണ്ടുന്ന നീതി പാർഷ്യലായിട്ട് ഭാഗം ചേർന്ന് നീതി നടപ്പാക്കുന്നത് നമ്മൾ കാണുന്നു. കക്ഷികളോട് ഭാഗം ചേർന്ന് നടപ്പാക്കുന്നത് നമ്മൾ കാണുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ലോകത്തിൽ സ്നേഹമില്ല, പരസ്പര സ്നേഹമില്ല. യഥാർത്ഥമായ സ്നേഹത്തിന്റെ അഭാവത്തിൽ നീതിയുടെ എല്ലാ രൂപങ്ങളും മങ്ങുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യുന്നു. എന്താണ് നീതി? വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വീനാസ് ഇപ്രകാരം പറഞ്ഞു: ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കാനുള്ള ഒരുവന്റെ സ്ഥിരവും സ്ഥായിയുമായ സന്നദ്ധതയാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കാനുള്ള ഒരുവന്റെ സ്ഥിരവും സ്ഥായിയുമായ സന്നദ്ധത. അത് സ്ഥിരമായിരിക്കണം. അതായത് അത് അയാളുടെ സ്വഭാവവും സന്നദ്ധതയായിരിക്കണം.
ഒരാവേശത്തിന്റെ പുറത്ത് കുറച്ച് കൊടുത്താൽ അത് നീതിയുടെ പ്രകടനമാണെങ്കിൽ പോലും നീതി ഉള്ള ഒരു സ്വഭാവം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് സ്ഥിരമായിരിക്കണം, അയാൾ ഉൾച്ചേർന്നിരിക്കുന്നതായിരിക്കണം. ഇപ്പോ ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള സംഗതികൾ കാണുന്നുണ്ട് നമ്മൾ. എൻ്റെ അടുത്ത് ഭക്ഷണം മിച്ചം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടോ അല്ല, എപ്പോഴും എനിക്ക് ആ സാഹചര്യം വേണം. അപകടത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് നീതി ഭക്ഷണത്തിന്റെയും അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്നതിൻ്റെതുമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, നിർബന്ധ ബുദ്ധിയാലല്ല. പ്രത്യേകിച്ച് പ്രകടനാത്മകമായി മീഡിയയുടെ മുമ്പിൽ അരങ്ങേറേണ്ട നാടകമല്ല നീതി നിർവഹണം എന്നത്. ആര് പറഞ്ഞാലും ഇല്ലെങ്കിൽ, ഇൻകം ടാക്സുകാരൻ പിടിച്ചാലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് ഞാൻ എൻ്റെ നികുതി കൊടുത്തിരിക്കണം. കള്ളത്തരം കാണിക്കരുത്, കള്ള റിട്ടേൺ സമർപ്പിക്കരുത്. എൻ്റെ വരവ് ചെലവുകളെ ഞാൻ വെളിപ്പെടുത്തണം. എൻ്റെ അടുത്ത് കള്ളപ്പണം ഉണ്ടാകാൻ പാടില്ല. അത് നീതിയാണ്. രാഷ്ട്രത്തോടും സമൂഹത്തോടും ഞാൻ ചെയ്യേണ്ടുന്ന നീതിയാണത്. വീണ്ടും കൊടുക്കാനുള്ളത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കേണ്ട പോലെ കൊടുക്കണം. അതാണ് നീതി. ഇന്ന് കൊടുക്കേണ്ടത് നാളെ കൊടുക്കുന്നത് നീതിയല്ല. നീട്ടിവെക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് എന്നത് എത്രയോ സാർത്ഥകമായ ഒരു ചൊല്ലാണ്. അനന്തമായി നീണ്ടുപോകുന്ന കേസുകെട്ടുകൾ എപ്പോഴും നീതിയെ നിഷേധിക്കുന്നതാണ് എന്നുള്ളത് ഓർമ്മിക്കുന്നത് നന്ന്. ഞാൻ ഇന്ന് കൊടുക്കേണ്ടുന്ന മരുന്ന് നാളെ കൊടുത്താൽ ഒരു വേള അത് സ്വീകരിക്കാൻ അയാളില്ല, ഉണ്ടാകാതെ വരും. ഇന്ന് ചെയ്യേണ്ടുന്ന ഉപവിപ്രവർത്തനം ഇന്ന് തന്നെ, പരസ്നേഹ പ്രവർത്തനം ഇന്ന് തന്നെ ഞാൻ ചെയ്യണം. ഇന്ന് കുഞ്ഞിനെ വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യമായ സാഹചര്യങ്ങളിലേക്ക് ഞാൻ നയിക്കണം. അനേകം കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാതെ നിർത്തുന്നുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുന്നുവെങ്കിൽ പരിതപിച്ചിട്ട് മാത്രം കാര്യമില്ല, പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ. പരിതാപത്തിന്റെ പേര് വികാരമെന്നാണ്, പ്രവൃത്തിയുടെ പേര് നീതിയുടെ നിർവഹണം എന്നാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ട നീതി എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെയാണ് ഞാൻ നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്നത്? ഇതിനു മുമ്പ് മനസാക്ഷി രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ചില ഘടകങ്ങൾ കണ്ടു. മനസാക്ഷിയെ രൂപീകരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതേ ഘടകങ്ങൾ തന്നെയാണ് ഇവിടെയും പ്രവർത്തനക്ഷമമാകുന്നത്. നീതിബോധത്തിന് പ്രവർത്തനക്ഷമമാകുന്നത്, മനസാക്ഷി രൂപീകരണത്തിന് പ്രവർത്തനക്ഷമമാകുന്ന അതേ ഘടകങ്ങൾ തന്നെയാണ്. സാമാന്യ യുക്തി, മനുഷ്യനായി പറഞ്ഞ ഓരോരുത്തർക്കും യുക്തിയുണ്ട്, യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. സാമാന്യ യുക്തി വഴി, അതാണ് ഏറ്റവും ആദ്യമുള്ളത്. കാരണം അവൻ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാരണത്താൽ. രണ്ടാമത്തേത് താൻ താമസിക്കുന്ന രാജ്യ നിയമം വഴി ഏതാണ് നീതി എന്നുള്ളത് അവന് മനസ്സിലാക്കാം. മൂന്നാമത് താൻ വിശ്വസിക്കുന്ന മതത്തിന്റെ നിയമങ്ങൾ വഴിയായി അയാൾക്ക് മനസ്സിലാക്കാം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആഴമേറിയ വിധത്തിൽ നീതിബോധം രൂപപ്പെടും. കാരണം സഭാ പ്രബോധനങ്ങൾ അവന് കൂട്ടായിട്ടുണ്ട്. വീണ്ടും വചനത്തിന്റെ പാരായണം വഴിയായി, അതിന്റെ സ്വാംശീകരണം വഴിയായി. പാരായണത്തിൽ നിന്ന് സ്വാംശീകരണം ഉണ്ടായില്ലെങ്കിൽ അത് വെറും അധരവ്യായാമം മാത്രമായിട്ട് മാറും. അതുകൊണ്ട് വചനത്തിന്റെ സ്വാംശീകരണം വഴിയായി, വീണ്ടും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുള്ള സംസ്കാരത്തിന്റെ സ്വാധീനം വഴിയായിട്ട് നമുക്ക് നീതി എന്താണെന്ന് മനസ്സിലാക്കാം. എല്ലാത്തിലും ഉപരി ശരിയായി രൂപീകരിക്കപ്പെട്ട മനസ്സാക്ഷിയുടെ പ്രവർത്തനം വഴി എന്താണ് നീതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി നീതി എന്നതിന്റെ ആ പുണ്യത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. 4 സുകൃതങ്ങൾക്ക് കാർഡിനൽ വെർച്യൂസ് എന്നാ പറയുക. മൗലിക സുകൃതങ്ങൾ എന്താണ്? അവ വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം എന്നിവയാണ്. ഒരുവൻ നീതിയെ സ്നേഹിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളുടെ ഫലം സുകൃതങ്ങളായിരിക്കും. നീതിയെ സ്നേഹിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളുടെ ഫലം സുകൃതങ്ങളായിരിക്കും. ഈ വാക്ക് മാത്രം മതി സുകൃത ജീവിതത്തിന് എന്താ അടിസ്ഥാനം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ. സുകൃത ജീവിതത്തിന്, നന്മ ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിന് നീതിയാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. അപ്പോ കാർഡിനൽ വെർച്യൂസ് അഥവാ മൗലിക സുകൃതങ്ങളിലെ ഏറ്റവും ഈ 4 എണ്ണത്തിലെ ഒരു പ്രധാനപ്പെട്ട സുകൃതമാണ് നീതി എന്നത്. നീതി എന്നത് 1807 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1807 നീതി എന്നത് ദൈവത്തിനും അയൽക്കാരനും അർഹതപ്പെട്ടത് കൊടുക്കാനുള്ള നിരന്തരവും ഉറപ്പുള്ളതുമായ ഇച്ഛാശക്തിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാർമ്മിക സുകൃതം. ദൈവത്തോടുള്ള നീതി എന്നത് മതസുകൃതം അഥവാ വെർച്യൂ ഓഫ് റിലീജിയൻ എന്ന് വിളിക്കപ്പെടുന്നു. മറ്റ് മനുഷ്യരോടുള്ള നീതി എന്നത് പൊതുനന്മയെ മാനിച്ചുകൊണ്ട്, മനുഷ്യബന്ധങ്ങളിലെ വ്യക്തികളെ കണ്ടുകൊണ്ട് കൃത്യമായ
അവരുമായിട്ടുള്ള ഒരു ഹാർമണൈസ്ഡ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നതാണ്. ഇത് നമ്മൾ മനസാക്ഷി എന്നതിൽ ചർച്ച ചെയ്ത ഒരു കാര്യവുമാണ്. ഇനി നമുക്ക് എന്താണ് നീതി എന്നുള്ളത്, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. വിശുദ്ധ യൂസേപ്പ്, നീതിമാനായ മാർ യൂസേപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. നീതിയുടെ അവസാന വാക്ക് വിശുദ്ധ യൂസേപ്പായിട്ട് നമ്മൾ ആ ജീവിതത്തെ ഒന്ന് അപഗ്രഥിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യത്തിനോട് അദ്ദേഹത്തിനുള്ള നിലപാട് എന്തായിരുന്നു? ക്രിസ്തുവിന്റെ വളർത്തുപിതാവാവുക എന്നതായിരുന്നു അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യം. ഈ ദൗത്യത്തിന് ദൈവത്തോട് അദ്ദേഹം പ്രത്യുത്തരിച്ചത് അനുസരണ മുഖാന്തരമാണ്. ദൈവത്തെ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ, പ്രഥമത ദൈവത്തിന്റെ മുമ്പിലേക്ക് തന്റെ ഹൃദയത്തെ അനുസരണത്തിന്റെ പാതയിൽ അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത കാര്യങ്ങൾ അദ്ദേഹം കൊടുക്കാൻ ആരംഭിച്ചു. ദൈവത്തിന് കൊടുക്കേണ്ടത് അനുസരണമാണ്, അതാദ്യം കൊടുത്തു. മറിയത്തിന് സംരക്ഷണം കൊടുത്തു. അതിനുശേഷം യേശുവിന്റെ വളർത്തുപിതാവും കാവൽക്കാരനുമായി ഹെറോദോസിന്റെ വാളിൽ നിന്ന് ഉണ്ണിയേശുവിനെ പൊതിഞ്ഞു പിടിച്ചത് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലാണ്. രാഖി രാമാനം എസ്രൈമിലേക്ക് പലായനം ചെയ്തതിന് നേതൃത്വം നൽകിയത് അദ്ദേഹം. വീണ്ടും നസറേത്തിലേക്ക് മാറി അദ്ദേഹം താമസിച്ചതും ഒരു വിശുദ്ധമായ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. രക്ഷകന്റെ പാലകനായിട്ടാണ് അദ്ദേഹം നസറേത്തിലേക്ക് പോയത്. വീണ്ടും ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടവനല്ലയോ എന്ന് പറഞ്ഞ് തന്റെ സ്വത്വത്തെ വിളിച്ച് സ്വത്വബോധത്തോടു കൂടി സംസാരിച്ച യേശുവിനെ അത്രയും കാലം താങ്ങി നിർത്തിയതും തളരാതെ നയിച്ചതും രക്ഷകന്റെ പാലകനായ വിശുദ്ധ യൗസേപ്പാണ്. ഒന്നും നീട്ടിവെച്ചില്ല, ഒന്നിലും ഞാൻ ഇല്ല എന്ന് പറഞ്ഞില്ല. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ എല്ലാവർക്കും, തിരുക്കുടുംബത്തിലെ ഓരോരുത്തർക്കും കൊടുത്തു, ദൈവത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹം തിരുസഭയുടെ സംരക്ഷകനായി, പാലകനായി. അതുകൊണ്ട് അദ്ദേഹത്തെ നീതിമാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇതിന്റെ ഒരു ഏറിയോ കുറഞ്ഞോ ഇതേ സംഗതി തന്നെയാണ് നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറുന്നത്. നീതിബോധമുള്ളവൻ ആദ്യം ദൈവത്തെയാണ് അനുസരിക്കുക, രണ്ടാമത് സംരക്ഷണങ്ങളാണ് ഒരുക്കുക. വീണ്ടും അവൻ പിതാവും കാവൽക്കാരനുമായിരിക്കും, അവനും അവളും പിതാവും കാവൽക്കാരനുമായിരിക്കും. വീണ്ടും ഈശോ ഹൃദയത്തിൽ വളരുന്നതിന് ഓരോരുത്തരുടെയും മുമ്പിൽ നമ്മൾ കാവൽ നിൽക്കും. അനേകരുടെ ജീവിതത്തിൽ ഈശോ വളരാൻ നമ്മുടെ നോക്ക്, പ്രവൃത്തി, വാക്ക്, സാഹചര്യങ്ങൾ എന്നിവ കാരണമാകും. വീണ്ടും തിരുസഭയുടെ ഉത്തമ പുത്രന്മാരായി നമ്മൾ മാറുകയും ചെയ്യും, പുത്രിമാരായും നമ്മൾ മാറുകയും ചെയ്യും. അപ്പോ വിശുദ്ധ യൗസേപ്പിൽ, നീതിമാനായ വിശുദ്ധ യൗസേപ്പിൽ വിളങ്ങിയിരുന്ന അതേ ഗുണങ്ങളെല്ലാം നീതിയെ മുറുകെ പിടിക്കുന്നവർക്കും നീതിയെ ഉയർത്തിപ്പിടിക്കുന്നവർക്കും അവരുടെ സഭാത്മക ജീവിതത്തിലും സ്വായത്തമാവുക തന്നെ ചെയ്യും. അടുത്തത് നീതി പഴയ നിയമത്തിൽ എങ്ങനെയാണ് എന്നുള്ളത്. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കും? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തെ കൃത്യമായ ആ കവിതാത്മക സങ്കേതങ്ങളൊക്കെ മാറ്റി നിർത്തി തനി പച്ച മലയാളത്തിൽ പറഞ്ഞ ദൈവമേ, സ്വർഗത്തിൽ ആരുണ്ടായിരിക്കും എന്നതാ ചോദ്യം. അങ്ങയോട് കൂടെ ആരുണ്ടായിരിക്കും എന്നതാ. നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും, വല്ലപ്പോഴെങ്ങാനും ചെയ്യാവുന്ന ഒരു ഓപ്ഷന്റെ പേരല്ല നീതി. നീതി എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയുടെ പേരാ. രണ്ടാമത്തെ വാക്യം അതാ പറയുന്നത്. നീതി പ്രവർത്തിക്കുകയും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. അങ്ങനെ 15 വാക്യങ്ങൾ അതിനകത്തുണ്ട്, നീതിയുടെ വിവിധങ്ങളായ പ്രകാശനങ്ങൾ. 15-ാം സങ്കീർത്തനത്തിന് 15 വാക്യങ്ങളല്ല, 15-ാം സങ്കീർത്തനത്തിന്. വീണ്ടും സങ്കീർത്തകൻ 1:6 ഇപ്രകാരം പറയുന്നു, കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ഇത് നേരെ തിരിച്ചിട്ടും പറയാം, കർത്താവിന്റെ മാർഗം നീതിമാൻ അറിയുന്നു. പരസ്പരമുള്ള ഈ കൊടുക്കൽ വാങ്ങലുകൾ കർത്താവും നീതിമാനുമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ മാർഗം നീതിമാനും അറിയും, നീതിമാന്റെ മാർഗം കർത്താവും അറിയും. അതായത് കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതമാണ് നീതിമാന്റേത്. ദുഷ്ടന്റെ മാർഗം നാശത്തിൽ അവസാനിക്കും. വീണ്ടും സുഭാഷിതങ്ങൾ 8:20, ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും ചരിക്കുന്നു. ഇത് ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ ഭാഗം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉറപ്പുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. വീണ്ടും നീതി നിഷേധത്തെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നു. ലേവ്യ പുസ്തകം 19:35, വിധിയിലും തൂക്കത്തിലും അളവിലും
നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. വിധി പാർഷ്യലായിരിക്കരുത്, ഭാഗം ചേർന്നുള്ളതായിരിക്കരുത്, അളവ് കുറഞ്ഞു പോകരുത്, കള്ളത്തരം കാണിക്കരുത്, തൂക്കം കള്ളത്തരം കാണിക്കരുത്. ഈ അളവിലും തൂക്കത്തിലും എന്ന് പറഞ്ഞാൽ ഞാനൊരു പലചരക്കെടുക്കാരനല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്താ എനിക്ക് കുഴപ്പമെന്ന് പറയരുത്. കൃത്യമായി കൊടുക്കേണ്ടുന്ന സംഗതികളെല്ലാം ധനത്തിന്റെ കാര്യത്തിലും വിനിമയത്തിന്റെ മറ്റ് സ്വത്തിന്റെ വിനിമയത്തിലും നമ്മൾ കൃത്യത പാലിക്കണം. നേരത്തെ പറഞ്ഞ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൃത്യമായിരിക്കണം. മറ്റെല്ലാ കാര്യങ്ങളിലും കള്ള ബില്ലും കള്ളത്തരം കാണിച്ചും അല്ലെങ്കിൽ കള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയും നമ്മൾ മുന്നോട്ട് പോകരുത്. ചെറിയ ലാഭത്തിന് വേണ്ടി വലിയ ദൈവകൃപ വേണ്ടെന്ന് വെക്കരുത്. ഭൗതികമായ കാര്യസാധ്യത്തിന് വേണ്ടി അനശ്വരമായ ജീവിതത്തെ അപകടപ്പെടുത്തരുത്. നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം 1-ാം തിരുവചനം. രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ന്യായാസനത്തെ സമീപിക്കട്ടെ. ന്യായാധിപന്മാർ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. ന്യായാധിപൻ ഒരിക്കലും പണത്തിന് വഴങ്ങരുത്. സ്ഥാനമാനങ്ങൾക്ക് അനുസൃതമായി കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യരുത്. ഇരു മനസ്സുകൊടുകൂടി വാദിയെയും പ്രതിയെയും വീക്ഷിക്കരുത്. കൃത്യമായ മനസാക്ഷിയുടെയും നീതിയുടെയും പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. നമ്മളിവിടെ കാണുന്നുണ്ട് സർക്കാർ നീതി പാലിക്കുകയെന്ന്. ഞാൻ തെരഞ്ഞെടുത്ത എന്റെ സർക്കാർ എന്നോട് നീതി ചെയ്യാത്ത വളരെ ഹൃദയഭേദകമായ ഒരു വൈരുദ്ധ്യം നമ്മളിവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇവിടെ നീതി പാലിക്കണം എന്ന് പറഞ്ഞിരുന്നത്? നേരത്തെ നമ്മളൊരു എലമെന്റ് കണ്ടു. നീതി അതിന്റെ പരിപൂർണാവസ്ഥയിലാകുന്നത് കൃത്യമായ അകൃത്രിമമായ സ്നേഹം ഉള്ളപ്പോഴാണ്. സർക്കാരിന് സ്നേഹിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കും. കാരണം നമ്മൾ ആ സർക്കാരിലുള്ള ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണെങ്കിൽ അവർക്ക് തിരിച്ച് സ്നേഹിക്കാൻ കടമയില്ലേ എന്നൊരു ന്യായമായ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും നീതിയുടെ സാമൂഹിക ശാസ്ത്രപരമായ ഒരു നിർവചനത്തിലേക്ക്, ഏറ്റവും സാധുവായിരിക്കുന്ന ഒരു നിർവചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാമൂഹിക നീതി എന്നത് 3 തരം നീതികളുടെ ഒരു സഞ്ചയിത രൂപമാണ്, ഒരു കൂട്ടായ രൂപമാണ് സാമൂഹിക നീതി. ഈ സാമൂഹിക നീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ അതിനെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നതും. അടിമയില്ലല്ലോ ഇപ്പൊ. ദുർബലനെന്നോ സുബലനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുക, ഓരോരുത്തരിൽ നിന്നും അർഹതപ്പെട്ടത് സ്വീകരിക്കുക, സാധ്യമാകുന്നിടത്തോളം സമാധാനവും സഹവർത്തിത്വവും പുലർത്തുക. ഇതൊക്കെയാണ് സാമൂഹിക നീതി. ഒരുവനും വിശക്കാതിരിക്കട്ടെ, ഒരുവനും വിദ്യാഭ്യാസം, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, അവയെല്ലാം നിറവേറ്റാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അവനവൻ അടുത്ത അവകാശങ്ങൾ ഓരോരുത്തർക്കും സംലഭ്യമാകട്ടെ. ഇതിന്റെയൊക്കെ കൂടി ഒരു സഞ്ചയിത രൂപത്തെയാണ് നമ്മൾ സാമൂഹിക നീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സാമൂഹിക നീതി എന്നുള്ള വാക്ക് ആദ്യം പ്രയോഗിച്ചത് തിരുസഭ ഉപയോഗിക്കുന്നു ക്വാഡ്രാജസീമോ എന്ന 40-ാം വർഷം എന്ന ചാക്രിക ലേഖനത്തില്. റേരും നൊവൈരും എന്ന ചാക്രിക ലേഖനത്തിന്റെ 40-ാം വർഷത്തില് പ്രസിദ്ധീകൃതമായ ആ ചാക്രിക ലേഖനത്തിലാണ് സാമൂഹിക നീതിയെക്കുറിച്ച് എന്ന തലക്കെട്ടിൽ പ്രതിപാദിക്കുന്നത്. ഇനി സാമൂഹിക നീതിയുടെ 3 ഘടകങ്ങളെ കുറിച്ചിട്ട്, കൃത്യമായി പറഞ്ഞാൽ 3 അല്ല 4 ഘടകങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. സമൂഹമാണ് നമ്മുടെ ഒന്നാം കക്ഷി. സമൂഹം വ്യക്തികൾക്ക് നൽകേണ്ടുന്ന നീതിയെ വിതരണ നീതി എന്നും, വ്യക്തികൾ സമൂഹത്തിന് നൽകേണ്ട നീതിയെ അംശനീതി, അതുപോലെ തന്നെ ആ നിയമപരമായ നീതി എന്നും, വ്യക്തികൾ തമ്മിൽ ഉള്ള നീതിയെ നൽകേണ്ടുന്ന നീതിയെ വിനിമയ നീതി എന്നും പറയും. വിതരണ നീതി എന്നത് സമൂഹം വ്യക്തിക്ക് കൊടുക്കേണ്ടതാണ്, വ്യക്തി സമൂഹത്തിന് നൽകേണ്ടതാണ് അംശനീതി. അതുപോലെ തന്നെ വ്യക്തി സമൂഹത്തിന് നൽകേണ്ടതാണ് നിയമപരമായ നീതി. വ്യക്തികൾ തമ്മിൽ കൊടുക്കേണ്ടതാണ് വിനിമയ നീതി അഥവാ കമ്മ്യൂട്ടേറ്റീവ് ജസ്റ്റിസ്. ഇത് നമ്മള് അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തേത്, സാമൂഹിക നീതി എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. സാമൂഹിക നീതി എന്നത് സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ ന്യായമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എല്ലാ വ്യക്തികൾക്കും ഉപസമൂഹങ്ങൾക്കും ജീവിതത്തിന്റെ ആവശ്യകതകളിലേക്ക് പ്രവേശനമുണ്ടെന്നും, ഉപസമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹം മൊത്തവും പിന്നെ പോരാഞ്ഞിട്ട് അതിനകത്തെ ചെറിയ ചെറിയ സമൂഹങ്ങളുണ്ടല്ലോ, അവർക്കും
ജീവിതത്തിന്റെ ആവശ്യകതകളിലേക്ക് പ്രവേശനമുണ്ടെന്നും സമൂഹത്തിൽ പൂർണ്ണമായി പങ്കാളിത്തം ഉണ്ടാകുമെന്നും അത് ഉറപ്പാക്കുന്നു. സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നീതി അത് ഉൾക്കൊള്ളുന്നു. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ തന്നിരിക്കുന്ന നോട്ട് വായിച്ചു നോക്കിയാലേ നമുക്ക് പൂർണ്ണമായും അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നോട്ട് വായിച്ചു നോക്കണം. ചുരുക്കത്തിൽ ഇതാണ്, പല ഉപസമൂഹങ്ങൾ കൂടിയതാണ് ഈ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. ക്രിസ്തീയരുണ്ട്, നായന്മാരുണ്ട്, തീയരുണ്ട്, ക്രിസ്തീയരിൽ തന്നെ കത്തോലിക്കരുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, പെന്തിക്കോസുകാരനുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് പേരുണ്ട്, മുസ്ലിങ്ങളിൽ തന്നെ സുന്നിയുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉപസമൂഹങ്ങളാണ്. അപ്പൊ വ്യക്തികൾക്കും ഉപസമൂഹങ്ങൾക്കും ജീവിതത്തിന്റെ ആവശ്യകതകളിലേക്ക് പ്രവേശനമുണ്ട്. സമൂഹത്തിൽ പൂർണ്ണമായ പങ്കാളിത്തം ഉണ്ടാകുന്നു. സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നീതി ഉണ്ടാവണം. വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹാരത്തിനുണ്ടാവാം, വസ്ത്രമുണ്ടാകാം, പാർപ്പിടമുണ്ടാകാം, എന്തും വിഭവങ്ങളാണ്. അവസരങ്ങൾ, തൊഴിലവസരങ്ങളുണ്ട്, മറ്റു ന്യായമായ എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ അവസരങ്ങളും, പദവികൾ എന്നിവയുടെ ന്യായമായ വിതരണം എല്ലാവർക്കും ഇത് പ്രാപ്യമായിരിക്കണം. ഇതിന്റെ പേരാണ് സാമൂഹ്യ നീതി. സാമൂഹ്യ നീതി ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിലൊന്നും ഒതുക്കാവുന്നതല്ല. സാമൂഹ്യ നീതിയെ പറ്റിയുള്ള ഒരുപാട് പ്രബോധനങ്ങൾ സഭയുടേത് തന്നെയുണ്ട്. അതൊരു വലിയ വിഷയമാണ്. അതിന്റെ ഒരു ചെറിയ, വളരെ അപര്യാപ്തമായ ചെറിയ രൂപം മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടത്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ് സഭയുടെ പ്രധാനപ്പെട്ട പല പ്രവർത്തികളും ഉന്നം വെച്ചിരിക്കുന്നത്. സാമൂഹിക നീതി സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അന്യമല്ല. അത് അതിന്റെ പ്രധാന കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്നാണ്. ദ ട്രൂ സോഷ്യൽ ജസ്റ്റിസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ ഗോസ്പൽ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ നീതി ദൈവത്തിന്റെ സുവിശേഷത്തിൽ ആരംഭിക്കുകയും അതിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അതിന്റെ അവസാന വാക്കും അത് തന്നെയാണ്, സുവിശേഷം. ഓക്കെ, നമുക്ക് അതിന്റെ ആദ്യത്തിലേക്ക് തിരിയാം. അതിതാണ് വിതരണ നീതി എന്നതാണ്. എന്താണ് വിതരണ നീതി? വിതരണ നീതി എന്നത് വ്യക്തികൾക്കും ഉപസമൂഹങ്ങൾക്കുമിടയിൽ സാധനങ്ങൾ, സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയുടെ ന്യായമായ വിഹിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുന്നു. BPL അവന് പൈസ കുറവായതുകൊണ്ടാണ് അവന്റെ അടുത്ത് കാശ് കുറവായതുകൊണ്ടാണ് കുറഞ്ഞ കാശിന് അയാൾക്ക് കൊടുക്കുന്നത്. എബവ് പോവർട്ടി ലൈൻ ഉള്ളതിനകത്ത് കാശ് കൂടുതലുള്ളതുകൊണ്ടാണ് അയാളുടെ അടുത്ത് കുറച്ചുകൂടെയെങ്കിലും പണത്തിന്റെ സംലഭ്യത ഉള്ളത് കൊണ്ടാണ് പണത്തിന്റെ സംലഭ്യത കൂടുതലുള്ള ആളുടെ അടുത്ത് കൂടുതൽ പണം വാങ്ങി അതേ സാധനം തന്നെ കൊടുക്കുന്നത്. ഇത് വിതരണ നീതിയാണ്. വീണ്ടും ആനുകൂല്യങ്ങളുടെ ഇതില് ഒരു മുതലാളിക്ക് ഒരിക്കലും വാർഷികകാല പെൻഷൻ കിട്ടുകയില്ല. അതൊരു പാവത്തിന് മാത്രമേ കിട്ടുള്ളൂ. മുതലാളി കൊടുക്കുന്ന നികുതിക്കകത്തു നിന്നാണ് ഈ പാവങ്ങൾക്കുള്ള ഇത് കൊടുക്കുന്നത്. വീണ്ടും ഉപസമൂഹങ്ങൾക്കിടയിൽ, ഉദാഹരണത്തിന് ദളിത വിഭാഗം തീർച്ചയായും പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് എന്തുകൊണ്ടാണ് സാധനങ്ങളിലോ സേവനങ്ങളിലോ ആനുകൂല്യങ്ങളിലോ ഇളവ് കൊടുക്കുന്നത്, കുറച്ചുകൂടെ ഉദാരതമാകുന്നത്? കാരണം അത് ദുർബലമായ സമൂഹമായതുകൊണ്ടാണ്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ സംഭാവനകൾ, ആവശ്യങ്ങൾ, യോഗ്യതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അർഹമായത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന നീതിയുടെ ഘടകത്തിന്റെ പേരാണ് വിതരണ നീതി. ഇത് സമൂഹം വ്യക്തികൾക്കും നൽകേണ്ടതാണ്. അപ്രകാരം നൽകിയില്ലെങ്കിൽ വ്യക്തികളെ അടിച്ചമർത്തപ്പെടുന്ന വസ്തുക്കളായി മാറ്റും. ഉപസമൂഹങ്ങൾ എന്ന് പറയുന്നത് ക്രൂരമായ അവഗണനയ്ക്ക് ഇരയായി വരും. ഉദാഹരണത്തിന് ക്രിസ്തീയ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് നമ്മൾ പല വേദികളിലും ആവശ്യപ്പെടാറുണ്ട്. ഈ ഉപസമൂഹത്തിന് ജീവിക്കാനും അതിന്റെ വ്യക്തിത്വം പുലർത്താനും അത്തരത്തിലുള്ള ചില പ്രാതിനിധ്യങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട്, അത് നീതിയായതുകൊണ്ടാണ് വിതരണ നീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് വേണം, ആ പ്രാതിനിധ്യം വേണം എന്ന് പറയുന്നത്. അത് സമൂഹം ഈ ഉപസമൂഹത്തിന് നൽകേണ്ടുന്നതാണ്. അഥവാ സർക്കാർ എന്ന് പറയുന്നത് ഈ ഉപസമൂഹത്തിലെ വ്യക്തികൾക്ക് നൽകേണ്ടുന്നതാണ്. ദളിതരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത വിതരണ നീതിയുടെ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വീണ്ടും വിതരണ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് ഒരേ മാതിരിയുള്ള പൈസ തരുന്നു എന്നല്ല കേട്ടോ. എനിക്കും നിങ്ങൾക്കും ലോകത്തിലുള്ള സകലർക്കും കൃത്യം ഇത്ര രൂപ വെച്ചിട്ട് മാസം അക്കൗണ്ടിൽ വരുന്നതിന്റെ പേരല്ല വിതരണ നീതി. ആവശ്യമുള്ളവന് വരികയും ആവശ്യമില്ലാത്തവരിൽ നിന്ന് അത് ശേഖരിച്ച് ആവശ്യമുള്ളവന് കൊടുക്കുകയും ആവശ്യക്കാരന്റെ ദുർബലത എറിഞ്ഞ് ഏറിയോ കുറഞ്ഞോ അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. കട്ടിലേ കിടക്കുന്ന രോഗിക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്നയാൾക്ക് 800 ആകും.
അത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് വെറും 60 വയസ്സ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് 600 500 ആകും. ഒരു കുഴപ്പവും ഇല്ലാത്ത തൊഴിൽ രഹിതന് അത് 300 ആകും. ഞാൻ ഈ തുകകളൊക്കെ സാങ്കല്പികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് എല്ലാവർക്കും കൃത്യമായി ഒരുപോലെ എന്തെങ്കിലും കൊടുക്കുന്നതിന്റെ പേരല്ല വിതരണ നീതി എന്നത്. വിതരണ നീതി ഓരോരുത്തരുടെയും ദുർബലതകളും സാധ്യതകളും അറിഞ്ഞുകൊണ്ടുള്ള അവനെ താങ്ങി നിർത്തുന്ന നിയമമാണത്. അതിന്റെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ സമൂഹത്തിന്റെയോ ബാധ്യതയാണത്. അടുത്തത് നിയമപരമായ നീതി അഥവാ നിയമപരമായ നീതിയും അംശനീതിയും. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് വ്യക്തികൾ സമൂഹത്തിന് കൊടുക്കേണ്ടുന്നതാണ്, വ്യക്തിയുടെ ഉത്തരവാദിത്വം. എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ നിയമപരമായ നീതിയും അംശനീതിയും. എന്താണ് നിയമപരമായ നീതി? നിയമം, ന്യായം, നീതി എന്നിവ അനുസരിക്കാൻ ഞാനാ കടപ്പെട്ടവൻ. സമൂഹം അല്ല അനുസരിക്കേണ്ടത്. ഓരോ വ്യക്തിയും അനുസരിക്കുമ്പോഴാണ് സമൂഹം അനുസരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തെരുവിലേക്ക് പോയാല് അവിടെ ഒരുപാട് കാർക്കിച്ചു തുപ്പിയതും കടലാസും വേസ്റ്റും ഒക്കെ കാണാം. ഇത് സമൂഹം ഇട്ടതല്ല. ഈ പട്ടണം മുഴുവൻ മലീമസമായത് പട്ടണമല്ല, മലീമസമായത് നമ്മുടെ ഹൃദയവും നമ്മുടെ നീതിയുമാണ്. ഓരോ വ്യക്തിയും നെറികെട്ടവനായതുകൊണ്ടാണ് പട്ടണം നേരില്ലാത്തതായത്. ഒരു പിടിച്ചുപറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാല് ഓട്ടോറിക്ഷക്കാരോ അല്ലെങ്കിൽ ടാക്സിക്കാരോ പിടിച്ചുപറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അവരുടെ സംഘടനയൊന്നുമില്ല പിടിച്ചുപറിക്കാൻ. എല്ലാ തൊഴിലാളി സംഘടനകളും നേരും നെറിയുള്ളതാണ്. എവിടെയാ പ്രശ്നം വരുന്നത്? പ്രശ്നം വരുന്നത് വ്യക്തികളിലാണ്. വ്യക്തികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി ഈ സമൂഹത്തിലെ ഓരോന്നിനും ഉത്തരവാദിയാണെന്ന് ഉറപ്പുവരുത്തുന്നു. നിയമവ്യവസ്ഥയെ കാര്യമായി പരിഗണിക്കുന്നതിന്റെ പേരാണ് നിയമപരമായ നീതി. ഇത് സമൂഹത്തിന് വ്യക്തി കൊടുക്കേണ്ടുന്നതാണ്. വീണ്ടും അംശനീതി എന്ന് പറഞ്ഞാല് സമൂഹത്തിന് വ്യക്തി ഓഹരി കൊടുക്കുന്നതിന്റെ പേരാണ്. ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ ടാക്സബിൾ ഇൻകം ഉള്ളവനാണെങ്കിൽ ഈ ടാക്സബിൾ ഇൻകം ഞാൻ കൊടുക്കുന്ന ടാക്സബിൾ ഇൻകത്തിനകത്തുനിന്ന് ഞാൻ ടാക്സ് കൊടുക്കുന്നത് എന്തിനാണ്? എന്റെ അംശനീതിയാണ്. അതുവഴിയായിട്ടാണ് ഞാൻ എൻ്റെ സമൂഹത്തെ താങ്ങുന്നത്, ദുർബലരെ സഹായിക്കുന്നത്. വലിയ വീട് കെട്ടിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ പ്രോപ്പർട്ടി ടാക്സ് അടക്കേണ്ടി വരും. പിറുപിറുക്കിയല്ല വേണ്ടത്. ചെറ്റപ്പുരയിൽ താമസിക്കുന്നവന് മണ്ണെണ്ണ വിളക്കെങ്കിലും കത്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മണിമാളികയിൽ താമസിക്കുന്നവൻ പഞ്ചായത്തില് അല്ലെങ്കിൽ കോർപ്പറേഷനില് ഒരു കനത്ത നികുതി അടയ്ക്കുന്നത്. വീണ്ടും തൊഴിൽ നികുതി അടയ്ക്കുന്നത് എന്തിനാ? തൊഴിലില്ലാത്തവനെ സഹായിക്കാൻ വേണ്ടിയാ. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ നേരിടുമ്പോൾ സർക്കാരുകൾക്ക് വേണമെങ്കിൽ സെസ് പിരിക്കാം. അത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസാ. ഇപ്പോഴും പിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം KSRTC-യിൽ 2 രൂപയുടെ സെസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അത് ഞാൻ തരികയില്ലെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം എൻ്റെ അടുത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യം എനിക്ക് തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു 2 രൂപ മാത്രമാണ് അതിൽ ആഗ്രഹിക്കുന്നത്. അപ്പോ നികുതികള് ചിലപ്പോ എല്ലാ നികുതികളും അംശനീതിക്ക് വേണ്ടിയായിരിക്കില്ല. പക്ഷേ നികുതികളുടെ പ്രധാന ലക്ഷ്യം സാമൂഹിക പരിഷ്കരണമായതുകൊണ്ട് നമുക്കതിനെ അംശനീതി എന്ന് തന്നെ വിളിക്കാം. അടുത്തത് ഇക്വാലിറ്റിയും ഈക്വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ? ഇത് അവിടെ 3 സഞ്ചിയുടെ പുറത്ത് 3 പെട്ടിയുടെ പുറത്ത് കയറി നിന്ന് 3 പേര് കാണുകയാണ്. അതിലെ പൊക്കമുള്ളവർ ഒരുപാട് പൊക്കം ഉള്ളത് കൊണ്ട് അവൻ ആ പെട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവൻ നമുക്ക് മുതലിന്റെ ആധിക്യമാണെന്ന് വിചാരിക്കുക. അപ്പൊ അവന് ഈ സുഖസൗകര്യങ്ങൾ കാണാൻ വേണ്ടി ഇഷ്ടം പോലെ അതില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റവന് കഷ്ടി കാണാം, ചെറുമ്പന് തീരെ കഴിവില്ല. ഇത് ഈക്വാലിറ്റിയാ. ഓരോരുത്തർക്കും ഓരോ പെട്ടിയാ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയല്ല. ആദ്യത്തെ ഒരു പെട്ടിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് പെട്ടി എടുത്തു. എന്നിട്ട് ഒരു പെട്ടി ആവശ്യമുള്ളവന് അത് കൊടുത്തു. എന്നിട്ട് മറ്റേ ചെറുമ്പന്റെ അടുത്ത് ഒരു പെട്ടി ഓൾറെഡി ഉണ്ടായിരുന്നു, ആ വലിയവന്റെ പെട്ടിയും കൂടെ കൊടുത്തു. അപ്പൊ അവനും കാണാം. 3 പേർക്കും ജീവിതത്തിന്റെ സാമാന്യ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനുള്ള സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളുടെ താങ്ങുകൾ സൃഷ്ടിക്കുക എന്നതാണ് ഇക്വിറ്റി അഥവാ സമത്വം എന്ന് പറയുന്നത്. ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരേ മാതിരി കൊടുക്കുന്നതിന്റെ പേരാണ്. അതിൽ കഥയില്ല. എല്ലാവർക്കും ഒരേ മാതിരി നിയമം, എല്ലാവർക്കും ഒരേ മാതിരി ടാക്സ്, എല്ലാവർക്കും ഒരേ മാതിരി പിരിവ്, അതല്ല വേണ്ടത്. അവനവന്റെ കഴിവനുസരിച്ച്, ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്, ദുർബലതയനുസരിച്ച്, സാധ്യത അനുസരിച്ച് ആ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ
നികുതികളും അവരുടെ അർഹതകളും ഡിസൈൻ ചെയ്യപ്പെടുക എന്നതാണ് വേണ്ടത്. അടുത്തത് വിനിമയ നീതി എന്ന് പറയുന്നത്. അത് വിനിമയ നീതി എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള കൈമാറ്റങ്ങളിലെ ഇടപാടുകളിലെ നീതി കൈകാര്യം ചെയ്യുന്നു. ഓരോ കക്ഷിക്കും അവരുടെ കരാറുകൾ, ബാധ്യതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അർഹമായത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നീതി നിർവഹണം. നീതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചകളില്ലാതെ, കൃത്യം പറഞ്ഞാൽ നമ്മുടെ സുവിശേഷത്തിൽ നിന്നുള്ള അതേ വാക്യം എടുത്ത് പറഞ്ഞാൽ ഈശോ പറഞ്ഞത്, നിന്റെ വാക്ക് അതെ അതെ എന്നും അല്ല എന്നുമായിരിക്കട്ടെ, കവിഞ്ഞുള്ളത് ദുഷ്ടനിൽ നിന്ന് വരും. അടുത്തത്, എങ്ങനെയാണ് ലോകത്തിൽ നീതി സ്ഥാപിക്കുക? സമാധാനമില്ലാത്ത ലോകത്ത് സാമൂഹിക നീതി എല്ലാ കാലത്തും ഒരു കിട്ടാക്കനിയാണ്. സഭയുടെ എല്ലാ സാമൂഹിക പ്രബോധനങ്ങളും ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. തോക്കിന്റെ മുമ്പിലൂടെ നേടാവുന്നതല്ല, തോക്കിൻ മനയിലൂടെ നേടാവുന്നതല്ല സാമൂഹിക നീതി. വിപ്ലവത്തിലൂടെ കരഗതമാകുന്നതിന്റെ പേരല്ല സാമൂഹിക നീതി, സാമൂഹിക സമത്വം എന്നത്. അത് സമാധാനത്തിലൂടെയും ദരിദ്രന്റെ ഉന്നമനത്തിലൂടെയും സാധിതമാകുന്ന ബോധപൂർവകമായ ആസൂത്രണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന നന്മയുടെ ഫലത്തിന്റെ പേരാണ് സാമൂഹിക നീതി. അതിനു വേണ്ടുന്ന അടിവളം എന്നത് സമാധാനം എന്നുള്ളത്. സ്നേഹവും നീതിയും, മറ്റുള്ളവരോടുള്ള കരുതൽ, അനുകമ്പ, സഹാനുഭൂതി, ദയ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വികാരം അല്ലെങ്കിൽ മനോഭാവം എന്നിങ്ങനെയാണ് സ്നേഹം പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത്. പ്രണയം, കുടുംബസ്നേഹം, സൗഹൃദം, നിരുപാധികമായ സ്നേഹം, ഇങ്ങനെ പല രൂപങ്ങൾ എടുക്കാം. നേരെ മറിച്ച് നീതി, സമത്വവും നീതിയും ഉറപ്പാക്കുന്നതിനുള്ള തത്വങ്ങളുടെയും നിയമങ്ങളുടെയും ന്യായവും നിഷ്പക്ഷവുമായ പ്രയോഗത്തെ സൂചിപ്പിക്കുന്നു. സ്നേഹം എന്നത് നീതി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹം ഒരു വികാരമായിട്ടും നീതി എന്നത് ഒരു നിലപാടായിട്ടുമാണ്. എന്നാൽ സത്യത്തിൽ സ്നേഹത്തിനകത്ത് നീതി അതിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹവും നീതിയും തമ്മിലുള്ള ബന്ധം സങ്കീർണവും ബഹുമുഖവും. നീതി തേടാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാനും സ്നേഹം നമ്മെ പ്രേരിപ്പിക്കും. അതില്ലാത്ത സ്നേഹം ഉപരിപ്ലവമാണ്. വ്യക്തികളോടും സമൂഹങ്ങളോടുമുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രകടനമാകാം നീതി. അതങ്ങനെ ആയിരിക്കണം. കരുണയും അനുകമ്പയും കൊണ്ട് നീതിയെ മയപ്പെടുത്താൻ സ്നേഹത്തിന് കഴിയും. ക്രൂരമായ നീതി ഒരിക്കലും സ്നേഹത്തിൽ ഉണ്ടാകുന്നില്ല. മനുഷ്യന്റെ ഉന്നമനത്തെ, അവന്റെ നാനാമുഖമായ പുരോഗതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മനുഷ്യനെ നശിപ്പിക്കാനും കീഴ്പ്പെടുത്താനും ശിക്ഷിക്കാനും ദുർബലനാക്കാനുമല്ല നീതി എന്നത്. സ്നേഹത്തിന്റെ അലുക്കുത്തുകളിട്ട നീതിയുടെ പ്രകാശനത്തിന് മാത്രമേ അത്തരം ഒരു കരുണയും അനുകമ്പയും പ്രകാശിപ്പിക്കാനും മനുഷ്യനെ കൂടുതൽ ശരിയാക്കി തീർക്കാനും കഴിയൂ. നീതിയുക്തമായ ഒരു സമൂഹത്തിൽ സ്നേഹത്തിന് ഏറെ പ്രസക്തിയുണ്ട്. നീതിയുക്തമായ ഒരു സമൂഹത്തിൽ ഏറെ സ്നേഹത്തിന് പ്രസക്തിയുണ്ട് എന്ന് പറയുമ്പോൾ, സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വഭാവേന ആ സ്നേഹത്തിന്റെ പ്രത്യേകത കൊണ്ട് സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൽ, സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ, ഒരു സമുദായത്തിൽ, ഒരു രാഷ്ട്രത്തിൽ നീതിയുക്തമായ ഒരു സമൂഹം തന്നെയായിരിക്കും ഉണ്ടാവുക. സ്നേഹം വ്യക്തിപരവും ഉദാരവും. സ്നേഹം പരമാവധി നൽകാൻ തത്രപ്പെടുമ്പോൾ നീതി നൽകേണ്ടത് മാത്രം നൽകാൻ ശ്രദ്ധിക്കുന്നു. നീതിയുടെ പൂർണ്ണതയാണ് കേട്ടോ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും കൊടുക്കാനുള്ള അദമ്യമായ ആഗ്രഹമാണ് എങ്കിൽ നീതി കൃത്യമായിട്ടുള്ളത് കൊടുക്കേണ്ടത് മാത്രം കൊടുക്കുന്നു. അവകാശപൂർണമാണ് നീതിയുടെ വ്യഗ്രത. അവകാശപൂരണം, അതായത് എന്താണോ അവകാശം അത് കൊടുത്തേക്കുക. അവകാശപൂരണം. അവകാശങ്ങൾ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നീതി കടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നീതി ഒരു ആത്യന്തിക പുണ്യമല്ല. ആത്യന്തിക പുണ്യം എന്താണ്? അബ്സല്യൂട്ട് ആയിട്ടുള്ള സുഹൃതം എന്താണ്? അത് സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് അപൂർണ പുണ്യമായിരിക്കുന്ന സ്നേഹം. നീതിയെ വില കുറച്ച് കാണിക്കുകയല്ല, നീതിയുടെ തികവാണ് സ്നേഹം എന്ന് നാം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സ്നേഹമില്ലാത്ത പുണ്യങ്ങൾ അപൂർണമായിരിക്കും, ചിലപ്പോൾ അപകടകാരി. നീതി എന്ന പുണ്യം സ്നേഹത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത് നമ്മൾ ഉപസംഹരിക്കുമ്പോൾ ഇതാ നമ്മൾ മനസ്സിലാക്കുന്നത്. 10 പ്രമാണങ്ങളെ രണ്ട് കൽപ്പനകളിൽ സംഗ്രഹിക്കുന്നു.
എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. മതസുഹൃതം അഥവാ ദൈവത്തോട് ചെയ്യേണ്ടുന്ന നന്ദി, തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം, തന്റെ അയൽക്കാരനോട് ചെയ്യേണ്ടുന്ന നീതി. ഈ രണ്ട് കൽപ്പനകളുടെയും അവിഭാജ്യ ഘടകമായി സംഗ്രഹിത രൂപത്തിന്റെ 10 കൽപ്പനകളുടെ സംഗ്രഹിത രൂപത്തിലെ 2 കൽപ്പനകളുടെ അവിഭാജ്യ ഘടകമായി നീതി അവിടെ നമ്മുടെ മുമ്പാകെ പ്രകാശിതമാകുന്നു. എന്താണ് കൽപ്പനകൾ മുഴുവൻ? എന്തെന്നാൽ ഗലാത്യ ലേഖനം 5:14 നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. അതിനകത്തുണ്ട് സ്നേഹത്തിനകത്ത് നീതി ഉണ്ട് എന്ന് ചുരുക്കം. റോമാലേഖനം 13:10 സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ നീതിയുടെ പൂർത്തീകരണം സ്നേഹമാണ്. നീതിമാനായ വിശുദ്ധ യൂസേപ്പിനോടും പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തോടും ഈ ലോകത്തിൽ നീതി എന്താണെന്നും ദൈവിക നീതി എന്താണെന്നും നമ്മെ പഠിപ്പിച്ച നമ്മുടെ ഈശോ മിശിഹായോടും നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൽ നീതി പരിലസിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നീതി ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമുള്ള കൃപ, സ്നേഹം അതിന്റെ പരിപൂർണതയിലായിരിക്കുവാനുള്ള കൃപ നമുക്ക് ദൈവത്തോട് യാചിക്കാം.